ഞാൻ ജയ്പൂരിൽ നിന്ന് സുരഭി മാഥൂറാണ്. ഞാൻ ഈ ഇൻസൾട്ടിന്റെ കാര്യത്തിൽ വളരെ സെൻസിറ്റീവാണ്. എവിടെങ്കിൽ വെച്ച് എനിക്ക് ഒരു ഇൻസൾട്ട് ഉണ്ടായാൽ അത് ഒരുപാട് ദിവസം എന്നെ ബാധിക്കും. അത് ചെയ്ത ആളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷേ അത് എനിക്ക് ശരിയായി തോന്നുന്നില്ല. സുരഭി, മിക്കവാറും നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇൻസൾട്ട് ആവുക, അപമാനിതനാകുക, ഇതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ നിസ്സാര കാര്യമാണ്. അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോണം. പിന്നെ മിടുക്കനായ, ബുദ്ധിമാനായ, ആധ്യാത്മികമായ വഴിയിലുള്ള മനസ്സാണെങ്കിൽ അത് ഈ അപമാന ചിന്തകളെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുകയില്ല. പക്ഷേ ഞാൻ നിന്നോടിപ്പോൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ നീ ഏതവസ്ഥയിലാണ്? അതായത് നിന്നെ സംബന്ധിച്ച് ഈ അപമാനബോധം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാവുന്ന ഇറലവന്റായ അല്ലെങ്കിൽ അപ്രസക്തമാകുന്നവരെയൊക്കെ അപമാനം തീർച്ചയായും മുറിവേൽപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ അപമാനം ഒരു തരത്തിലും തന്നെ ബാധിക്കാത്തവരുണ്ടാവും. എങ്കിൽ കുഴപ്പമൊന്നുമില്ല. മറിച്ച് മറ്റ് ചിലരുണ്ട്. അവര് പൂർണ്ണ മുക്തരായിരിക്കും. അതായത് കൃഷ്ണനെ പോലെ, ബുദ്ധനെ പോലെ. അവർ അപമാനത്തിന് അതീതരായിരിക്കും. എങ്കിലും ഒരാള് ഒരു വിഷയത്തിൽ സ്വാഭാവികമായി എങ്ങനെ പ്രതികരിക്കുമോ അത് അവരും ചെയ്യും. ഇതൊന്നും അല്ലാതെ അപമാനം ഒരു തരത്തിലും ബാധിക്കാത്തവരാരാ? കല്ല് അല്ലെങ്കിൽ മൃഗം. ഒരു കല്ലിനെ നിങ്ങള് എത്ര തവണ തല്ലിയാലും ഉപദ്രവിച്ചാലും അതിന് ഇഷ്ടപ്പെടാതെ വരികയോ അതിന് അപമാനമായിട്ട് തോന്നുകയോ ചെയ്യില്ല. ഇതേ രീതിയിൽ മൃഗങ്ങളുടെ കാര്യം നോക്കിയാലും നിങ്ങളിപ്പോ വടിയെടുത്ത് തല്ലിക്കോളൂ, കല്ലെറിഞ്ഞോളൂ. അവര് സ്വന്തം ശരീരം രക്ഷിക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചെന്നിരിക്കും. ഇനി അവർക്കതിൽ അനിഷ്ടം തോന്നുകയാണെങ്കിൽ തന്നെ അത് ശരീരത്തിൽ മുറിവ് പറ്റുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ഗൗരവമായ രീതിയിലുള്ള വലിയ സങ്കല്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ ഉള്ളിൽ നമുക്കൊക്കെ ഉള്ളതുപോലെ അവനവനെക്കുറിച്ച് അങ്ങനെ ഒരു വികാരവും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും അതിന്റെ മനസ്സിന് മുറിവേക്കുന്നില്ല. മുറിവേൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരീരത്തിനായിരിക്കും. ചേതനയെ അത് ബാധിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും ആ മൃഗത്തിന് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു നോക്കൂ. അത് വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. നിങ്ങൾ അല്പം മുമ്പ് എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? എന്നെ ഉപദ്രവിച്ചില്ലേ? അതൊന്നും അത് പറയില്ല. അതുപോലെ നിന്റെ പെരുമാറ്റം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി നിന്റെ അടുത്ത് വരില്ല എന്നൊന്നും അത് പറയില്ല. അപ്പോ അപമാനം എന്നുള്ള വികാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് അതീതരായിരിക്കാനുള്ള ഒരു കഴിവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണനും ബുദ്ധനും ഉണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ മൃഗത്തിനും കല്ലിനും മരത്തിനും ഒക്കെ. നിങ്ങൾ പറഞ്ഞ ഈ അവസ്ഥയിൽ ഉള്ള ആളുകൾ ഈ അപമാനം എന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കുക തന്നെ വേണം. എന്തുകൊണ്ട് അനുഭവിക്കണം? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതില് നമുക്ക് വഹിക്കുക എന്ന് പറയുന്ന പങ്ക് വളരെ വലുതാണ്. ഉം. പങ്ക് വഹിക്കാനുള്ള നമ്മുടെ കഴിവ് വിശാലമാണ്, അനന്തമാണ്. ഉം. നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യലി നമ്മൾ ഇൻഫൈനൈറ്റ് ആണ്. ഒരുപാട് സാധ്യതകളുള്ള ആളാണ് നിങ്ങൾ. എന്നിട്ടും വളരെ ചെറിയ ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, അപ്പോ ഈ ഒരു കാര്യം അയാളെ മുറിവേൽപ്പിക്കുക തന്നെ ചെയ്യണമല്ലോ. കാരണം ഇത് അയാൾക്ക് തന്നെ അപമാനകരമാണ്. ഇപ്പൊ ആരെങ്കിലും വന്ന് നിങ്ങളെ അസഭ്യം പറയുകയാണ്, ചീത്ത പറയുകയാണ്, വഴക്ക് പറയുകയാണ്. അപ്പോഴും ജീവിതം തന്നെ നിങ്ങളെ അപമാനിക്കുകയാണ്, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അല്ലേ? കാരണം നിങ്ങളിപ്പോഴും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഏത് രീതിയിലാണോ ജീവിക്കേണ്ടത് ആ തലത്തിലേക്ക് ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഉയർന്ന തലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ട്. ഇതിപ്പോ നമ്മളോട് പ്രത്യേകിച്ച് ആരെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മളെ തന്നെ അപമാനിക്കുന്ന പോലെയല്ലേ? അതുകൊണ്ട് നോക്കൂ, ഈ അപമാനം അതിന്റെ അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോ ഒരു അനുഗ്രഹമായി മാറാം. മറ്റൊരു തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കാണിച്ചു തരുന്ന നല്ലൊരു സുഹൃത്തു കൂടെ ആയേക്കാം. നിങ്ങളൊരു ചെറിയ ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, അതുമൂലം നിങ്ങൾ അപമാനിതനായെന്ന് നിങ്ങൾക്ക് തോന്നി. അപ്പോ ഈ ഒരു അവസരം
സ്വയം നമ്മളെ തന്നെ നോക്കി കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടെ ആവാലോ അല്ലേ? അപ്പൊ നിങ്ങളെ അപമാനിക്കുന്ന ആള് നിങ്ങളുടെ സുഹൃത്തായി മാറുന്നു. അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണോ നിങ്ങൾ അപമാനിതനായത്, ആ ഒരു അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമായി മാറി. അപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ അപമാനിതനായി അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കൂ. സ്വയം നിങ്ങളോട് ചോദിക്കൂ, ഞാൻ എന്തുകൊണ്ട് ഇത്രയും ചെറിയവൻ, ശക്തിയില്ലാത്തവൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് ദുർബലനായി മാറിയിരിക്കുന്നു? എങ്ങനെ മറ്റൊരാൾക്ക് എന്നെക്കൊണ്ട് തന്നെ എങ്ങനെ താഴ്ത്തിക്കെട്ടാൻ സാധിച്ചു? ആ കാരണം എന്താണെന്ന് ബോധ്യപ്പെടുമ്പോ, ഇതാണ് കാരണം. അപ്പൊ ആ ദൗർബല്യം എന്റേതായിരുന്നു. മറ്റൊരാൾക്ക് പറയാൻ അവസരമുണ്ടാക്കിയതിന്റെ കാരണം ഞാനായിരുന്നു. അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചു. അതെന്നെ അപമാനിതനാക്കാനായിരുന്നു. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ കുഴപ്പം ഒഴിവാക്കണം. കുഴപ്പം ഒഴിവാക്കിയാൽ മാത്രം പോരാ. പുഞ്ചിരിച്ചുകൊണ്ട് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ അവസ്ഥയോട് നന്ദി പറയുകയാ വേണ്ടത്. കാരണം ആ അവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഉള്ളുകൊണ്ട് ഇത്ര ദുർബലനാണെന്ന് എങ്ങനെ അറിയുക? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതുപോലുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ശക്തിയില്ലായ്മ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കും? അങ്ങനെ ഒരു തവണ അപമാനിക്കപ്പെട്ട ആ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാ, പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണോ ഒരു തവണ തല കുലിക്കേണ്ടി വന്നത്, എന്തൊക്കെ ദുഷിച്ച വാക്കുകൾ കേൾക്കേണ്ടി വന്നു, അത് വീണ്ടും ഇനി ഉണ്ടാകരുത്. കാരണം തീർച്ചയായും ഉണ്ടാവും. കാരണമില്ലാതെ ഒരാളുടെയും വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കില്ല. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആരോ ഒരാൾ നിങ്ങൾക്കെതിരെ വളരെ തീക്ഷ്ണമായ ഒരു ബാണം അയച്ചു എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്ന എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ വാക്കുകളിൽ പ്രശ്നം തോന്നിയത്. മറിച്ച് നിനക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിന്റെ വാക്കുകൾ വ്യാജമാണ്, കള്ളമാണ്, അത് നിനക്ക് അറിയാമെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ആ വാക്കുകൾ നിന്നെ ബാധിക്കില്ല. അപ്പൊ ആരോ പറഞ്ഞ ചില കാര്യങ്ങൾ നിന്നെ ബാധിച്ചു എന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ കുറെ സത്യങ്ങളുണ്ട്. അതുപോലെ മറ്റൊരാൾ നിന്നോട് സത്യം കുറെ അപ്രീതമായ രീതിയിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അയാള് പറഞ്ഞ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പറയണം, "എന്തായാലും നന്നായി. നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്നൊരു കണ്ണാടി വെച്ചത് വളരെ നന്നായി. അതും കണ്ണാടി എവിടെയാ വെച്ചത്? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ദൗർബല്യമുണ്ടായിരുന്നു. അവിടെയാണ് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചത്. ഇനി ഞാനത് ശരിയാക്കും. ഇനി ഞാൻ ആ പ്രശ്നം പരിഹരിക്കും." അപ്പോ നമ്മൾ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അപമാനവും നമ്മുടെ സുഹൃത്തായി മാറും. മറിച്ച് നീ ഇപ്പൊ പറയാണ് അതിന് വലിയ കാരണമൊന്നുമില്ല. അത് കേട്ടപ്പോ എനിക്കങ്ങനെ തോന്നി. അതായത് നീ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആണെങ്കി അത് ശരിയായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നില്ലെങ്കിൽ അത് അന്വേഷിക്കണം. കാരണം എന്തായാലും ഉണ്ടാവും. അതില്ലാതെ ആരും അപമാനിതരാവാറില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ദുർബലമായ ഒരു ഭാഗം ഉള്ളതുകൊണ്ടാണ് പുറത്തെ ഒരാൾ അവിടെ മുറിവേൽപ്പിച്ചിട്ട് പോയത്. മനസ്സിലാവുന്നില്ലേ? കാറ്റ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊരു മരത്തിൽ ചെന്ന് തട്ടുമ്പോൾ മരത്തിൽ എത്ര ഇലകളുണ്ടാവും? അതില് കുറെ ഇലകളൊക്കെ ഞെട്ടറ്റ് താഴെ പതിയും. അത് കാറ്റിന്റെ കുഴപ്പം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ബാക്കി ഇലകളൊന്നും എന്താ വീഴാത്തെ? തീർച്ചയായും ആ മരത്തിൽ നിന്ന് വീണുപോയ ഇലകളുടെ ഭാഗത്ത് എന്തോ ഒരു ശക്തിക്കുറവ് ഉണ്ടായതുകൊണ്ടാണ് അത് താഴെ വീണുപോയത്. നമ്മൾ ആ കാര്യം സമ്മതിക്കാതെ കാറ്റിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കാറ്റ് പുറത്തുള്ളൊരു കാര്യമല്ലേ? അതിന് ഇലയെ വീഴ്ത്താൻ കഴിഞ്ഞത് ഇലയ്ക്ക് ശക്തിയില്ലാഞ്ഞത് കൊണ്ടല്ലേ? ആ കാറ്റ് ഇന്ന് അടിക്കും, നാളെ അടിക്കും, മറ്റന്നാ വീണ്ടും അടിക്കും. അതിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്ക് നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. എത്ര വലിയ കാറ്റടിച്ചാലും ഇളകിപ്പോകാത്ത ഇലകളെ പോലെ നമ്മൾ ശക്തരായിരിക്കണം. നമ്മളിൽ ശക്തിയാണ് വരേണ്ടത്, ദുർബലതയല്ല വരേണ്ടത്. പറഞ്ഞത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങള് എഴുതിയിരിക്കുന്നത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത ആളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ തോന്നുന്നില്ലെന്നൊക്കെ. നിങ്ങളെ അപമാനിക്കാൻ വരുന്ന ആളോട് നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള കാഴ്ചപ്പാടുകൾ എന്തിനാണ്? ഇത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണോ നിങ്ങളെ അപമാനിക്കാൻ വരുന്നത്, അയാളെ നിങ്ങളുടെ സുഹൃത്തായിട്ട് കാണാം. അഥവാ അയാള് നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഉണരാനും ജാഗരൂകരാവാനും പ്രവർത്തിക്കാനും ഒക്കെ തന്നെ വേണ്ടിയാണ്. ഈ രീതിയിൽ അപമാനിക്കുന്നവരെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ നമുക്കൊപ്പം നിർത്തുകയാണ് വേണ്ടത്. ഉം. മഹാസന്യാസിമാര് പറയുന്നത് കേട്ടിട്ടില്ലേ? വായിച്ചിട്ടുണ്ടാവും. അകലെയുള്ള ബന്ധുവിനേക്കാളും നല്ലത് അടുത്തുള്ള ശത്രു തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ശത്രുക്കളെ ഒക്കെ നിങ്ങളുടെ ഒപ്പം തന്നെ നിർത്തണം. അയാള് നിങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണത് നിങ്ങളെ ശരിയാക്കാനാണ്. അല്ലാണ്ട് അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. അല്ലാണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നതുകൊണ്ട് അയാൾക്ക് സന്തോഷമൊന്നും ഉണ്ടാവുന്നില്ല. അയാള് നമ്മളെ കുറ്റം പറയുന്നത് നമ്മുടെ നമ്മുടെ അടുത്തുള്ള ദുർഗന്ധങ്ങൾ ഇല്ലാതാക്കുന്നതിനാ. അതായത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്. നമ്മളെ നല്ല രീതിയിൽ നന്നാക്കാനാണ്. ജീവിതത്തിൽ നിങ്ങൾ എത്തേണ്ട തലങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഏഹ്? അപ്പൊ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ അങ്ങനെ അപമാനിക്കുന്നുണ്ടെങ്കിൽ,
അയാളെ ആദരിക്കുകയാണ് വേണ്ടത്. അയാളെ സുഹൃത്തായിട്ട് കാണുകയാണ് വേണ്ടത്. ഉം. ഇനി അപമാനിക്കുന്നവര് മറ്റൊരു തരത്തിൽ തന്നെയുണ്ട്. അവര് നിന്നെ അപമാനിക്കുന്നത് മുറിവേൽപ്പിക്കാനായിരിക്കും. ഇനി അവരോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും സുരഭി? അവർക്ക് മാപ്പ് നൽകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്നതായിരിക്കും നല്ലത്. ഇവരെ നല്ലതായിട്ടും കാണണമെന്നില്ല, ചീത്തയായിട്ടും കാണണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവരെ ചീത്തയായിട്ട് കാണണ്ടാന്ന് പറഞ്ഞതിന്റെ കാരണം, ഇവര് ചെയ്ത കാരണം കൊണ്ട് നിനക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഇവര് നിന്റെ കുഴപ്പം തുറന്നു കാണിക്കുകയല്ലേ ചെയ്തത്. അത് നിനക്ക് ഗുണമുള്ള കാര്യമല്ലേ. അപ്പൊ പിന്നെ എന്തിനാ അവര് ചീത്തയായിട്ട് കാണുന്നത്? പക്ഷെ ഇവരുടെ ഉദ്ദേശം നിന്നെ മുറിവേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നിന്റെ നന്മയോ നിന്റെ ഗുണമോ ഒന്നും ആലോചിച്ചിട്ടല്ല. നിന്നെ ഉപദ്രവിക്കണമെന്ന് കരുതി തന്നെ. അങ്ങനെ വരുമ്പോ ഇവരെ നല്ലതായിട്ടും കാണാൻ പറ്റില്ല. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവരെക്കുറിച്ച് ഒന്നും കരുതണ്ട. ഇവരെ അങ്ങ് അവഗണിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ അവരോട് പറയാം, എന്താ നിങ്ങളിപ്പോ ഇതൊക്കെ ചെയ്തത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാനാണ്, വിഷമം ഉണ്ടാവാനാണ്. എന്നാലും നിങ്ങൾ ഈ ചെയ്തത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ചൊരു വൈരാഗ്യമോ പ്രതികാരമോ ഒന്നും ഉണ്ടാവില്ല. ഉം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോ. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും ഓർക്കാനില്ല. എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കിയാൽ എനിക്ക് ഇതുകൊണ്ട് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നിന്നെ അപമാനിക്കുന്ന ആദ്യത്തെ കൂട്ടത്തിൽപ്പെട്ടവര് നിനക്ക് സത്യം ബോധ്യപ്പെടുത്തി തരുന്നവരാണ്. അപ്പൊ അവര് നിന്റെ കൂട്ടുകാരാണ്. രണ്ടാമത്തെ കൂട്ടത്തിലുള്ള ആൾക്കാര് നിന്നെ താഴ്ത്തിക്കെട്ടാനുള്ളവര് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ കൂട്ടുകാരായിട്ടും കാണണ്ട, ശത്രുക്കളായിട്ടും കാണണ്ട. അവരെ കൊണ്ട് ഗുണമുണ്ടാക്കുക, പാഠങ്ങൾ പഠിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ മൂന്നാമത്തെ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാർ കൂടെ ഉണ്ട് സുരഭി. ഇവരെ നീ വളരെയധികം സൂക്ഷിക്കണം. കാരണം എല്ലാ അർത്ഥത്തിലും ഇവര് നിന്റെ ശത്രുക്കൾ തന്നെ ആയിരിക്കും. ഇവരെങ്ങനെയുള്ളവരാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവരെങ്ങനെയാണെന്നോ? നീ അപമാനിക്കപ്പെടണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും തന്നെ അവര് നിന്നെ അപമാനിക്കില്ല. ഇവര് നിന്നെ ഒരു മൂഢ സ്വർഗത്തിൽ കൊണ്ടേയിരുത്തും. ഇവര് യാഥാർത്ഥ്യമായിട്ട് ഒരിക്കലും നിന്നെ അടുക്കാൻ സമ്മതിക്കില്ല. എവിടെങ്കിലും എപ്പോഴെങ്കിലും നീ വളരെ ബലഹീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അവിടെ ഒക്കെ ഇവര് നിന്റെ മുമ്പില് നിന്റെ സത്യം അല്ലെങ്കിൽ നിന്റെ യാഥാർത്ഥ്യം ഒരിക്കലും നിന്നെ അറിയാൻ സമ്മതിക്കില്ല. നിന്റെ മുമ്പിൽ കണ്ണാടി കൊണ്ടുവെക്കില്ല. എന്തുകൊണ്ടാ ഇവര് നിന്നെ കണ്ണാടി കാണിക്കാത്തെ? കാരണം എന്തെങ്കിലും കാരണവശാൽ നിനക്ക് നിന്റെ സത്യങ്ങൾ ബോധ്യപ്പെട്ട ഇവരുടെ ഉദ്ദേശം നടക്കില്ല. ഇവരെയാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവരായിരിക്കും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളായി മാറുന്നത്. ആ, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, അവൻ എന്റെ മോശപ്പെട്ട കാര്യങ്ങളിൽ എന്റെ കൂടെ നിന്നവൻ. ഒരിക്കലുമല്ല. നിന്റെ ശരിക്കുള്ള കൂട്ടുകാരൻ, നിന്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് നിന്റെ മോശം കാര്യങ്ങളിൽ നിന്റെ ഒപ്പം നിൽക്കുന്നവനായിരിക്കില്ല. അവൻ നിന്റെ ഏറ്റവും വലിയ എതിരാളി, നിന്റെ ഏറ്റവും വലിയ വിമർശകനായിരിക്കും. അതുപോലെ തന്നെ ആ, നിന്നെ നിന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നവൻ, ഗംഭീരമായിട്ട് പറയുന്നവൻ, നിനക്ക് വേണ്ടത്ര ബഹുമാനമൊക്കെ തന്നോണ്ടിരിക്കും. പക്ഷെ അപ്പോഴും നിന്റെ മുന്നിൽ അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയമാണെങ്കിൽ പോലും നിന്റെ യാഥാർത്ഥ്യം നിന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയാണെങ്കിൽ അവനെ നീ ശത്രുവായിട്ട് വേണം കാണാൻ. പക്ഷെ അത് നിനക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ രീതിയിലുള്ള ആളുകളെ നീ നിന്റെ ശത്രുവായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, അതുപോലെ നിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നീ കൂട്ടുകൂടാനുള്ള തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ, നീ ഇപ്പൊ എഴുതി അയച്ച പ്രശ്നമുണ്ടല്ലോ, ഇത് വളരെ എളുപ്പം തന്നെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. അതിനുശേഷം ഈ അപമാനത്തിനെയും അഭിമാനത്തിനെയും ബഹുമാനത്തിനെയും ഒക്കെ കാണുന്നതിന്റെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോവും. പിന്നെ ഒരിക്കലും നീ മറ്റുള്ളവർ എന്നോട് എന്ത് ചെയ്തു എന്ന് നോക്കാൻ നിൽക്കില്ല. മറിച്ച് നീ എന്തായിരിക്കും ചിന്തിക്കുന്നത്? പകരം നീ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് എനിക്കെങ്ങനെ മെച്ചപ്പെടാം? ഇപ്പൊ നിന്റെ ദൃഷ്ടി മറ്റുള്ളവരുടെ മേലല്ല, നിന്റെ സ്വന്തം നന്മയുടെ മേളിൽ തന്നെയാ. അങ്ങനെ സ്വന്തം നന്മയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് പുരോഗതി ഉണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ള മറുപടി.